ജൂബീസ് ടേസ്റ്റ് ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ കപ്പളങ്ങ അല്ലെങ്കിൽ പപ്പായ, കറമൂസ അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നുണ്ടല്ലേ. അത് നമ്മൾ പലതരത്തിലും ചെയ്യാറുണ്ട്. ഇതുപോലെ ഒന്ന് തോരൻ വെച്ച് നോക്കണേ, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതിന് വേണ്ടി ഇവിടെ എന്താ പറയുക, ഒരു പകുതി പപ്പായയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു പപ്പായയുടെ ആവശ്യമില്ല, ഒരു വലിയ പപ്പായയുടെ ഒരു പകുതി എടുത്തിട്ടുണ്ട്. അത് ഒന്ന് നമുക്ക് അതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ പപ്പായ നല്ലപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കറി വയ്ക്കണം. കറി വയ്ക്കാനായിട്ട് ഇവിടെ ഒരു മൺചട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മൺചട്ടി വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രം ഉപയോഗിക്കാം. മണ്ണാണെങ്കിൽ എപ്പോഴും നല്ലത് അതാണല്ലോ. അപ്പോൾ ഈ മൺചട്ടി നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അടുപ്പ് കത്തിച്ചിട്ടുണ്ട്, അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ ഇത് വെറുതെ പപ്പായ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരു അര സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു ഉപ്പ്, ഒരു സ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല ഓളയൊന്ന് മിക്സ് ചെയ്യണം. ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. മിക്സ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളം, അതായത് പപ്പായയ്ക്ക് നല്ല വേവുണ്ടല്ലോ, അപ്പോൾ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ആ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് എന്താ പറയുക, ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ പപ്പായ വേവട്ടെ, അതിനിടയ്ക്ക് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. മുളക് നമുക്ക് ഒന്ന് ചതച്ചെടുക്കണം. അതായത് ഇവിടെ പച്ചമുളക് ചേർക്കുന്നില്ല, ഇതിനകത്ത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചേർക്കുന്നത് വറ്റൽമുളകില്ലേ, വറ്റൽമുളകാണ്. അതൊന്ന് ഒരു 5-6 മുളകെടുത്ത് ചതച്ചെടുക്കണം. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്, വെള്ളമൊക്കെ നല്ലപോലെ വറ്റിയിട്ടുണ്ട് എന്ന്. പക്ഷേ ഒട്ടും കുഴഞ്ഞു പോയിട്ടില്ല താനും. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കണം. ഞാനൊരു 1 കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒത്തിരി തേങ്ങയുടെ ആവശ്യമില്ല. ആ തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം. ആ തേങ്ങയുടെ എന്താ പറയുക, നന്നായി തേങ്ങയൊക്കെ ഒന്ന് ചൂടായി വരണം. അപ്പോൾ നമ്മുടെ പപ്പായ ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇപ്പോൾ ഉപ്പ് 1 സ്പൂൺ ഇട്ടാൽ ഉപ്പ് കറക്റ്റാണ് കേട്ടോ. ഇത് ഇട്ട് കൂടുതലും കുറവൊന്നുമല്ല. ഇനി നമുക്കിത് താളിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അടുപ്പിൽ നമുക്കൊന്ന് മാറ്റി വെച്ചിട്ട് ഈ അടുപ്പത്തേക്ക് നമുക്ക് താളിക്കാനുള്ള ഒരു പാൻ വെച്ച് കൊടുക്കാം. ഇതിനകത്തേക്ക് വെളിച്ചെണ്ണ 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 2 സ്പൂൺ വേണം കേട്ടോ, അപ്പോഴേ കറിക്ക് നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം. മുളക് നമ്മൾ പറഞ്ഞില്ല, നേരത്തെ എടുത്ത് ചതച്ച് വയ്ക്കുകയാണ് നല്ലത്. അത് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് നല്ലപോലെ പൊട്ടിക്കോട്ടെ. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്കിതിനകത്തേക്ക് ഇത്തിരി വെളുത്തുള്ളി ചതച്ചത് ചേർക്കണം കേട്ടോ. 1 സ്പൂണ് ചതച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 5-8 ചുള എടുത്താൽ മതി. ചതച്ച് വെച്ചിരിക്കുന്നത് അത് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ വെളുത്തുള്ളി ജസ്റ്റ് പതുക്കി ഒന്ന് വാടി വന്ന ശേഷം നമുക്ക് ചുവന്നുള്ളി ഞാൻ ഒരു 5-6 എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇതിനകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ചുവന്നുള്ളി ഒന്ന് മൂത്ത് വരട്ടെ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. തീ ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ, കരിഞ്ഞു പോകാതിരിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളതിൻ്റെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ ചതച്ച് വെച്ച മുളക് ഇത്തിരി എരിവുള്ളതാണ് കിട്ടുന്നത് നല്ലത്. ഇത്തിരി സ്പൈസി ആയിരിക്കുന്നതാണ് ഈ കറി നല്ലത്. അപ്പോൾ മുളക് നമുക്ക് ഇഷ്ടമനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ മുളകിൻ്റെ പച്ചമണമൊന്ന് മാറാൻ വേണ്ടി സിമ്മിലിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് നമ്മുടെ കറിക്കകത്തേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കിയാൽ മതി. ഇത് ചോറിന് കഴിക്കാൻ നല്ലൊരു സൈഡ് ഡിഷാണ്. നല്ല ഹെൽത്തിയാണല്ലോ. നമ്മുടെ പപ്പായ എപ്പോഴും നല്ല ഹെൽത്തിയാണ്. നമ്മുടെ പറമ്പിലൊക്കെയുള്ള സാധനമാണിത്. അപ്പോൾ ഇതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് യോജിപ്പിക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ് ചെയ്യുമ്പോഴുള്ള ബെല്ലേക്കൺ കൂടെ എനേബിൾ തോളുന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യണേ. ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാത്തവരൊന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ ഇതുപോലെ ഉള്ള അടുത്ത നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.
താങ്ക്സ് ഫോർ വാച്ചിങ്.